അപ്പോൾ ദേ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണ ഫുൾ വീഡിയോ. ഞാൻ 2 പെയിൻറ്റ് അവളുടെ എനിക്ക് വാങ്ങിച്ച പെയിൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവളുടെ ബ്രഷ് അവൾ കൊണ്ട് കളഞ്ഞ് എൻ്റെ ബ്രഷ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വെള്ളവും ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ക്രാഫ്റ്റ് ചെയ്യണം. ഞാനാണ് എപ്പോഴും ചിത്രം വരയ്ക്കാൻ എൻ്റെ ഡ്രോയിങ് ബുക്കിനാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കലാകാരിയാണ് ഞാൻ. നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ ശരിക്കും അവളായിരിക്കില്ല, അവൾ തന്നെയാണ് വരച്ചത്. അവള് ഫോണിൽ നോക്കിട്ടോ വരച്ചത്. അതല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനത്തെ വരയ്ക്കാനൊന്നും കഴിവൊന്നുമില്ല. അവൾക്ക് കഴിവുണ്ടെങ്കിലും പക്ഷെ എനിക്ക് അസൂയ. ഓക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പം എന്തായാലും ഇപ്പോൾ ഇവളൊന്നും വരയ്ക്കാറ് അധികം അത്ര അറിയുന്ന എന്നാലും അത്യാവശ്യം. അപ്പോൾ അവളാണ് ഇത്തവണ ചെയ്യുന്നത്. എന്തെങ്കിലും വരയ്ക്കണം, എന്തെങ്കിലും ഒന്നുമില്ല, നീ എന്ത് വേണേ എനിക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. ഒരു ഫ്രൂട്ട്സിൽ ഞാനേ വിചാരിച്ചു. അപ്പൊ ഫ്രൂട്ട്സിൽ ഞാൻ വരയ്ക്കാൻ പോണ അവക്കാഡോ ആണ്. അങ്ങനെയല്ല, ഒരു ക്രാഫ്റ്റ് എന്തെങ്കിലും നീ ചെയ്യാം, എന്തെങ്കിലും ഡിസൈൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അവള് പറഞ്ഞു നമ്മൾ കേൾക്കാൻ നിൽക്കട്ടെ. എനിക്ക് പേടിയാവുന്ന എൻ്റെ കൈകൾക്ക് എനിക്ക് പേടി. ഇതിലൊക്കെ ആള് വെള്ളം നനച്ച് പെയിന്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഒരുപാട് വെള്ളമുണ്ട് അതിൻ്റെ ഒരു പറ്റി. അയ്യോ എനിക്ക് ആക്കാട്ടെ ഷേപ്പ് കിട്ടുന്നില്ല ഗൈസ്. ഇത് നോക്കൂ ഗൈസ്. വാട്ട് ഈസ് ദിസ്? ഒരു മനുഷ്യൻ്റെ തല മാതിരി ഇരിക്കും. പക്ഷെ മനുഷ്യൻ്റെ പച്ചക്കളറല്ലേ ആണെങ്കിൽ തന്നെയാണ് എനിക്കായിരുന്നു. എനിക്ക് കുറച്ച് പാടാണ് ഗൈസ്. അയ്യോ എൻ്റെ ഉള്ളിൽ കൊടുക്കാൻ കളർ മിക്സ് ചെയ്യണം. അപ്പം എൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന പോലെ പീച്ചില്ല. അപ്പം നമുക്കൊരു കാര്യം ഇത് കണ്ട ഗൈസ്, ഇതിൻ്റെ ഈ പെയിൻറ്റിൻ്റെ ഒക്കെ മുകളിൽ അവള് കളറാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എൻ്റെ കളറായി മിക്സ് ചെയ്യണം അവളതിലൊക്കെ. അപ്പോൾ ഗൈസ് അവള് വരച്ച് വെച്ചത് ഇത്ര എത്തിയിട്ടുണ്ട്. ഇവളിത് വരച്ചാണെങ്കിൽ തന്നെ എത്ര നേരം എടുക്കും? ഇവളുടെ ബ്രഷ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യണ്ട. ബ്രഷല്ലല്ലോ നാശമായി എനിക്കുള്ള കുഴപ്പമില്ലല്ലോ. ഇത് കണ്ട് ഗൈസ് അവള് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഞാൻ ഫ്രെയിം ആക്കാൻ വേണ്ടി എടുത്ത ഷീറ്റാണ് ഗൈസ്. അത് മിക്സ് ചെയ്ത് കളർ അപ്പോൾ ഗൈസ് ഞാൻ അവൾക്കിത് എത്ര മിക്സ് ചെയ്തിട്ട് കിട്ടുന്നത് ഞാൻ മിക്സ് ചെയ്ത് അവൾക്ക് കുറച്ച് കളേഴ്സ്. നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് കളർ മനസ്സിലായോ ഗൈസ്? വൈറ്റ് കളറായിട്ട് എനിക്ക് തോന്നുന്നു. വൈറ്റ് കളറല്ല, ലൈറ്റ് എല്ലോയാണ്. അപ്പോൾ ഗൈസ് അവൾ എൻ്റെ അപ്പോൾ നമുക്ക് കല്യാണം അടിക്കാൻ പറ്റും. എനിക്കൊരു അവക്കാഡോ പോലൊന്നും തോന്നുന്നു. എനിക്ക് അവക്കാഡോൻ്റെ ഒരു സാധനം ഞാൻ പേപ്പറിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചില്ല. എൻ്റെ മെമ്മറിന്ന് പോയി ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതെന്തൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുള്ള ഈ കളർ. അത് ശരിക്കും ആ ഒരു കളറല്ല. അത് എങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മനസ്സിലായോ? എല്ലാം ലൈറ്റ് കളർ. ഇതിപ്പോൾ മനസ്സിലായില്ലേ? ഈ ഒരു കളറാണ് എനിക്കിതെടുത്തത്. പക്ഷെ തയ്യൽ കാണുമ്പോൾ നല്ല വൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? എവിടെ ഇതിന് ഈ വൈറ്റായിട്ട് കാണിക്ക് ഫോൺ കാണിച്ചേനെ കാണിച്ചു നോക്കട്ടെ. എനിക്ക് അടിക്കങ്ങോട്ട്. ഇത് ഫുൾ അവള് കോളാക്കിയില്ലേ ഗൈസ്? തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ കൂടെ കാണുന്ന ഈ കൈ എന്റെയാണ്. നിങ്ങളടുത്ത് പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ കഴിവൊന്നുമില്ലാന്ന്. എനിക്ക് ഞാൻ പരിശ്രമിക്കുമല്ലേ? പരിശ്രമിച്ചാൽ വിജയം നമുക്ക്. ആദ്യം ചെറുപ്പത്തിൽ എൻ്റെ ചേച്ചി ഗൈസ് എൻ്റെ അവള് ചെറുപ്പത്തിൽ പെയിൻ്റ് അടിക്കാൻ നമുക്ക് ഭയങ്കര. അപ്പോൾ ഒരു ദിവസം അവൾ എന്ത് ചെയ്തു, അമ്മ പുറത്ത് പോയി ആശുപത്രിയിൽ ഇവളെ കൊണ്ട് പോയി. അപ്പോൾ ആണെങ്കിൽ ഇവൾ ഒരേ കളിച്ചില്ല ഒരു പെയിൻറ് ഉണ്ട്. അതോ ഒരു വലിയ എത്രയോ 150 രൂപേൻ്റെയൊക്കെ കളർ. അപ്പോൾ അത് ഞാനിങ്ങനെ അവള് വായ്പേനെ വെറുതെ പിച്ച് അവളി പറയണ്ട പറഞ്ഞിട്ട് ഞാൻ എന്നാലും നിങ്ങളുടെ അടുത്ത് പറയും. നിങ്ങളെൻ്റെ ഗായ്സാണ് ഗായ്സ്. ഗായ്സ് നമുക്ക് ബ്രൗണ് ഇടാം. അതിൻ്റെ ഉള്ളിലെ കുരു
അവക്കാടെ മാറി ഇപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കണ്ട ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണിച്ചിട്ട് അതിൻ്റെ കളർ കറക്റ്റ് കാണിച്ചിട്ടേ കുഴപ്പമില്ലാത്ത രീതിയിൽ അടിപൊളിയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം. ഹലോ ഗൈസ് പോകരുത്, ഒറ്റ സൂത്രം കാണിച്ചു തരാം.